ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചുരിദാറിനും നൈറ്റിക്കും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. എളുപ്പത്തിൽ ഈസി ആയിട്ട് ക്യാൻവാസ് ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിനൊരു ഫ്രില്ല് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. ലെങ്ത്ത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുപോലെ 3-4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു നൈറ്റിയിലാണ് ചെയ്യുന്നത്. ഇപ്പം നൈറ്റിയിൽ ചെയ്ത് കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അത് നൈറ്റിക്ക് തന്നെ അല്ല, ചുരിദാറിന് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യോക്കിൽ ഇതുമാതിരി പ്രിൻ്റ് ഉള്ളതും പ്ലെയിൻ തുണി അടിയിലുമായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ബോട്ടത്തിൻ്റെ പീസാണ്. അതിന് മാച്ചായിട്ട് ഞാനൊരു കട്ട് പീസ് മേടിച്ചതാണ്. ഇത് നമ്മൾ ചുരിദാറിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാറ്റേൺ ഇങ്ങനെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് ബോട്ടത്തിൻ്റെ പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ട്രിപ്പ് നമ്മൾ നടുമടക്കിയിട്ടാണ് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. നടുമടക്കിയിട്ട് ഇതെത്രയാണോ നമുക്ക് കിട്ടുന്നത് നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ 2 മടക്കാക്കിയിട്ട് 1.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രില്ല് തയ്ച്ചിട്ട് തയ്യൽ തുമ്പായിട്ട് നമുക്ക് 1/2 ഇഞ്ച് പോവും. ബാക്കി 3/4 ഇഞ്ചാണ് നമുക്കിതിൻ്റെ പാറ്റേൺ ആയിട്ട് കിട്ടുക. അപ്പോൾ ആ 3/4 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നെക്ക് വിഡ്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ സാധാരണ 3 നെക്ക് വിഡ്ത്ത് എടുക്കാറ്. ഇതിൽ ഞാൻ 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു കട്ടിട്ട് കൊടുക്കുക. അതുപോലെ സെൻറ്ററിൽ ഒരു കട്ടിട്ട് കൊടുക്കുക. നമ്മൾ ഇതിലല്ല നെക്ക് കട്ട് ചെയ്യുന്നത്. നമ്മളിതിന് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കില്ലേ, അതിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കട്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ നെക്ക് എടുക്കുന്നത് അതിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കണം. കാരണം പാറ്റേണിൻ്റെ ആ ഒരു ഇത് വരുമ്പോൾ കഴുത്ത് വല്ലാതെ ഇടുങ്ങിപ്പോവും. ഞാൻ സാധാരണ 6.25 ലെങ്ത്ത് എടുക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഒരു 7.5 എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ട് റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കൂ. ഇപ്പുറത്തെ സൈഡ് ഒരു 1-1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്കിലേക്ക് ആവശ്യമുള്ള ഫ്രില്ല് റെഡിയാക്കി എടുക്കുക. അതിന് ആദ്യം ഈ 2 പീസും കൂടെ ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് കളർ നൂലിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തയ്യൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്ക്കുമ്പോൾ കറക്റ്റ് നൂലിട്ടിട്ട് തന്നെ തയ്ക്കുക. എന്നിട്ടിത് 2ആയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അതല്ലെങ്കിൽ ഫ്രില്ലിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഫസ്റ്റ് തന്നെ തയ്ച്ചു കൊടുക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് കേട്ടോ. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ലിട്ട് തുടങ്ങാം. ഫ്രില്ലിടുമ്പോൾ ഇതുപോലെ നമ്മൾ എത്രയാണോ ഫ്രില്ലിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അത്രയും തന്നെ ഉള്ളിലേക്ക് പോകണം. അപ്പോഴാണ് നല്ല തിക്കായിട്ടുള്ള ഫ്രിൽസ് കിട്ടുള്ളൂ. അപ്പോഴാണ് ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയിൽ കിട്ടുക. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. പ്ലീറ്റ്സ് ഒരേ ലെവലിലല്ലേ വരുന്നതെന്നും ചെക്ക് ചെയ്യണം. ഞാൻ ഫ്രില്ല് ഫുള്ള് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രില്ല് ഇതുമ്പോൾ തയ്ച്ച് പിടിപ്പിച്ചിട്ട് നെക്ക് തയ്ച്ചെടുക്കുക. ഞാനിപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ ഞാൻ ഓൾറെഡി 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെങ്ത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 7.5-7.25 എടുത്താൽ മതി. ഇവിടെയും 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ക്വയറായിട്ട് വരച്ചെടുക്കുക. ആ സെയിം വര തന്നെ അപ്പുറത്തും വരണം. അപ്പോൾ നമ്മൾ യു ആക്കിയിട്ട് ഇവിടെയും വരച്ചു കൊടുക്കുക.
ഇതേ മാർക്കിങ് തന്നെ ഇപ്പുറത്തേക്കും വരാൻ വേണ്ടിയിട്ട് ചോക്ക് വെച്ചൊന്ന് നന്നായി അമർത്തി വരച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പുറത്തെ സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഫ്രില്ല് ഇതാ ഇതുപോലെ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ അതേ ആകൃതിയിൽ തന്നെ ഈ ഫ്രില്ലും വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതല്ലെങ്കിൽ കഴുത്ത് തയ്ച്ചതിന് ശേഷം ഫ്രില്ല് വെച്ച് കൊടുത്താലും മതി. അതിലും ഫിനിഷിങ് കിട്ടുക ഇതാ ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. നെക്ക് നല്ല രീതിയിൽ തന്നെ കട്ടി ഉണ്ടാവും. അപ്പോൾ ഈ ബാലൻസ് നിൽക്കുന്നത് ഇപ്പം തന്നെ കട്ട് ചെയ്ത് കളയരുത്. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നെക്കിൻ്റെ അരികു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്ന് കുത്തിയിട്ട് തയ്ച്ചിട്ടുള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ചെറിയ ചെറിയ നോച്ചസ് ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇതാ നെക്ക് സ്റ്റിച്ച് ചെയ്ത് നോച്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ച്ചിട്ടുള്ള നെക്ക് ഭാഗം ഉള്ളിലേക്ക് വരുമ്പോൾ അതാ ഫ്രില്ല് ദേ ഇതുപോലെയാണ് കിട്ടുക. ഒന്ന് ശരിക്ക് അയൺ ചെയ്തെടുത്താൽ നല്ല രീതിക്ക് ഫ്രിൽസ് നിൽക്കും. ഇനി ഇതൊന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ട് അയൺ ചെയ്തെടുക്കുക. ഇതപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, പതിച്ചും അടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു തയ്യലും കൂടെ കൊടുക്കുക. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഷോൾഡർ കൂട്ടിയിട്ട് സ്ലീവൊക്കെ പിടിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. ഈ ഒരു ഡിസൈന് നമുക്ക് സ്ലീവിലും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്ലീവിൽ പൈപ്പിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മോഡൽ തന്നെ സ്ലീവിലും ചെയ്തെടുക്കുക. ടോപ്പ് ചുരിദാർ ടോപ്പാണ് തുന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവിൽ ഞാനിതാ ഇതുപോലെ പൈപ്പിംഗ് പോലെ ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഇത്തിരി വീതിയിലുള്ളൊരു പൈപ്പിംഗ് പോലെയാണ് ചെയ്തത്. നിങ്ങൾക്ക് സ്ലീവിലും വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രില്ല് വെച്ച് കൊടുക്കുക. ഇതുപോലെ ബോട്ടം പീസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യോക്ക് പീസൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നൈറ്റികൾ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.